ഫ്രണ്ട്സ്, വീട്ടുകാര്യങ്ങളും പഠനവും ഒരേപോലെ കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വീട്ടമ്മയാണോ നിങ്ങൾ? എത്ര ശ്രമിച്ചിട്ടും ഒരു മണിക്കൂറിനപ്പുറത്തേക്ക് പഠനത്തിനായിട്ട് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതിന് ശേഷം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു ദിവസം 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ പഠനത്തിനായിട്ട് മാറ്റിവെക്കാൻ സാധിക്കും. അതിനുള്ള കുറച്ച് കുറുക്ക് വഴികളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഇന്ന് നമ്മൾ എ ഡേ ഇൻ ഹെർ ലൈഫ് നോക്കാനായിട്ട് പോവുകയാണ്. ഒരു ദിവസം ആ ഒരു PSC ആസ്പിറന്റ് ആയ ഒരു വീട്ടമ്മ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ദാ നോക്കിക്കോളൂ. അതിനു മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ സ്പെഷ്യൽ വുമൻസ് ഓൺലി ബാച്ച് മെയ് 28-ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വുമൻസിന് വേണ്ടി മാത്രമുള്ള ഒരു ബാച്ചാണ്. അവിടെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി ലോഞ്ച് ചെയ്യുന്ന ഒരു ബാച്ചാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് പറയാം. അതിനുശേഷം നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു വീട്ടമ്മയുടെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. ഇവിടെ ആരംഭിക്കുന്നത് അന്നത്തെ ദിവസം രാവിലെ അല്ല. നിങ്ങൾ വിചാരിക്കും അന്ന് എഴുന്നേൽക്കുന്ന സമയം തൊട്ടാണ് ആ ഒരു ദിവസം ആരംഭിക്കുന്നതെന്ന്. എന്നാൽ അല്ല, നമ്മളുടെ ഡേ ആരംഭിക്കുന്നത് തലേ ദിവസമാണ്. അതായത് നമുക്കൊരു ദിവസം ഉള്ളത് 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂർ തുടങ്ങുമ്പോൾ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നതിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം നമ്മളുടെ അടുത്ത ദിവസം എങ്ങനെ ആയിരിക്കണമെന്ന് തലേന്ന് തന്നെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പം പഠനമെല്ലാം കഴിഞ്ഞു, ജോലിയെല്ലാം കഴിഞ്ഞ് കിടക്കാനായിട്ട് പോകില്ലേ, അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഒരു പേപ്പറും പേനും എടുത്ത് ഒന്ന് റെഡി ആയിട്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ അടുത്ത ദിവസം നിങ്ങൾ ഉറക്കം എഴുന്നേറ്റുള്ള ആ ഒരു മൊമെന്റ് മുതലുള്ള അടുത്ത ദിവസം എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക. ഈ പ്ലാൻ അനുസരിച്ച് വേണം ആ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാനിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അന്ന് നമുക്ക് കുറച്ച് ജോലികൾ ചെയ്യാനുണ്ടാകും അല്ലേ? ഒരു വീട്ടമ്മയാകുമ്പോൾ അവിടെ കുറേ ജോലികൾ ഉണ്ടാകും. ആ ജോലികൾ എന്തെല്ലാം എന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ദിവസം പഠിച്ചു തീർക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും പ്ലാൻ ചെയ്യുക. ഓക്കെ, അല്ലാതെ ഒരു പ്ലാനും ഇല്ലാതെ രാവിലെ മുതൽ രാത്രി വരെ ജോലിയും ചെയ്ത് അതിനിടയ്ക്ക് ഒരു ബുക്കും എടുത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കണക്ക് അടുത്ത ഒരു പരീക്ഷയ്ക്ക് ക്രാക്ക് ചെയ്ത് നമുക്ക് ജോലിയിലേക്ക് കയറാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ എന്താ ചെയ്യേണ്ടത്, അടുത്ത ദിവസം എങ്ങനെയാണെന്നുള്ള ഒരു പ്ലാൻ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ചെയ്ത് തീർക്കേണ്ട ജോലികൾ മെയിൻ ആയിട്ടും നമ്മളെ വീട്ടമ്മമാരാകുമ്പോൾ നമുക്കുള്ള മെയിൻ ജോലി എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ജോലിയും എന്താണ്, കുക്കിംഗ് ആണ്. പക്ഷേ ഇവിടെ കുക്കിംഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമ്മുടെ സമയം പിടിച്ചു നിർത്തി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതിനുള്ള കുറുക്ക് വഴികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ വരട്ടെ. അപ്പൊ നമ്മൾ ആ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ കുക്കിംഗ് ആകുമ്പോൾ മെയിൻ ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചെയ്യേണ്ടി വരും. പിന്നെ ക്ലീനിങ് ഉണ്ടാകും, ദെൻ വാഷിംഗ്. ഇതാണ് നമ്മുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്, ഒരു ദിവസമുള്ള മെയിൻ ജോലി എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് പഠിച്ചു തീർക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ദിവസം ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്നും ഓരോ ദിവസത്തെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് കാര്യങ്ങളും കൃത്യമായിട്ടൊരു പ്ലാൻ തരുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ പ്ലാൻ നേരെ ഇങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ജോലികളും പഠിക്കേണ്ട കാര്യങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ തന്നെ അലാറം വെച്ച് എഴുന്നേക്കാം. ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ കുട്ടികൾ പറയുന്നതാണ്, അയ്യോ പഠിക്കാൻ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്, എനിക്ക് 6 മണി കഴിഞ്ഞാൽ അല്ലാതെ എഴുന്നേക്കാൻ പറ്റൂല, 7 മണി അല്ലാതെ എഴുന്നേക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ പറയും അല്ലേ? പക്ഷേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ ബാച്ചിലാണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ വീട്ടമ്മമാരും ഫുൾ ടൈം PSC എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ ഈ വീട്ടമ്മമാരായ ആൾക്കാർ ഈ ആരോടാണ് കോമ്പറ്റീഷൻ ചെയ്യുന്നത്, ആരോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്, ഈ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന കുട്ടികളോടാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവരെക്കാളും നമ്മൾ കുറച്ച് കഷ്ടപ്പാട് നമുക്ക് കൂടുതലാണ്. ആ ഒരു യാഥാർത്ഥ്യം ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അവർക്ക് ഫുൾ ടൈം രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് പഠിക്കാം, അവർക്ക് മുമ്പിൽ ഫുഡ് വരും, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ടാകും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് എന്നും പറഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്
വീട്ടമ്മമാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ഇത് ഫുൾ ടൈം PSCക്ക് ഇരുന്ന് പഠിക്കുന്നവർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് പറഞ്ഞ് 2 പേപ്പർ അല്ലല്ലോ തരുന്നത്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പേപ്പർ അല്ലേ? PSCയുടെ മുമ്പിൽ വീട്ടമ്മമാരെന്നോ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നവരെന്നോ ഒന്നുമില്ല. സോ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടുന്ന കാര്യം കുറച്ച് കഷ്ടപ്പാടാണ്. ഓക്കെ, ബാക്കിയുള്ളവരെക്കാളും നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. പക്ഷേ ആ കഷ്ടപ്പാട് എന്താണ്? കൂടിപ്പോയാൽ 1 വർഷം. ആ 1 വർഷം നിങ്ങളൊന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള കാലം മൊത്തം നിങ്ങൾക്ക് വേണമെങ്കിൽ 9 മണിക്ക് എഴുന്നേക്കാം, 8 മണിക്ക് എഴുന്നേക്കാം, 10 മണിക്കുള്ള ജോലിയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അല്ലേ? അടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ അതും പറയണ്ട. അപ്പൊ നമുക്ക് ആ സമയം അനുസരിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകാം. പക്ഷേ ആ ഒരു ലൈഫ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കുറച്ചൊന്ന് കഷ്ടപ്പെടാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളെ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളിപ്പം എന്താണ് ഇപ്പൊ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പം എഴുന്നേക്കുന്നത് ചിലപ്പോൾ 7 മണിക്കായിരിക്കാം, 8 മണിക്കായിരിക്കാം, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് 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 നിങ്ങൾ ആ ഒരു സമയം പിറകെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പൊ നമ്മൾ ബാച്ചിന്റെ ഒരു അഡീഷണൽ ഒരു ഫീച്ചർ ആണ്, നമ്മളിപ്പോൾ എക്സാം ടൈം ആകുമ്പോഴത്തേക്കും എക്സാം അടുക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയം മുതൽ നമുക്ക് വെളുപ്പിനെ നമുക്ക് ക്ലാസ് ഉണ്ടാകും, ലൈവ് ക്ലാസ്സുകൾ. എൻ്റെ ബാച്ചിന്റെ കാര്യം പറയാണ്, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക? ആ സമയത്ത് ഒന്നേന്ന് പറഞ്ഞാൽ ആ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നത് ഭയങ്കര പാടായിരിക്കും. ആ ഒരു ശീലം ഇല്ലാത്ത ഒരാൾക്ക് ആ ഒരു സമയത്ത് പെട്ടെന്ന് എക്സാം ആകുമ്പോൾ ഒരു എന്ത് വരും? പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി വരും. ആ സമയത്ത് ആ ഉറക്കം കൂടി നഷ്ടപ്പെടുത്തി വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഭയങ്കര സ്ട്രഗിൾ ആയിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതിലും നല്ലത് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. പതിയെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇപ്പൊ നിങ്ങൾ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഒരു 10 ദിവസം നിങ്ങൾ 7 മണിക്ക് എഴുന്നേറ്റോളൂ, കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചോളൂ. അതിനുശേഷം ഒരു 10 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ആ 7 മണി എന്നുള്ള അലാറം മാറ്റി ഒരു 6 മണിയാക്കുക. അതിനുശേഷം പതിയെ ആ 10 ദിവസം 6 മണിക്ക് തന്നെ എഴുന്നേറ്റോളൂ. അതിനുശേഷം എന്ത് ചെയ്യുക? ഒരു 5 മണിയാക്കുക. അങ്ങനെ നമ്മൾ പിറകിലോട്ട് മാക്സിമം ഒരു 4 മണിക്കെങ്കിലും എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിചാരിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് എന്ത് പഠിക്കാനാണ്, എന്ത് തലവേദന എടുക്കും അല്ലേ, ഉറക്കം വരുമല്ലേ? പക്ഷെ അങ്ങനെയല്ല. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്കൊരു ബോധ്യമുണ്ട്, നമുക്ക് എന്താണ് നമുക്ക് പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രഗിള് നേരിടാൻ റെഡി ആയിട്ടായിരിക്കണം. ഓക്കെ, കഷ്ടപ്പെടുന്നവർക്കേ ജോലി കിട്ടുള്ളൂ. വെറുതെ ഇരുന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് ബുക്ക് വായിച്ച ഒരാൾക്ക് എന്ത് കിട്ടത്തില്ല? നമ്മൾ ഇനി എത്ര വർഷം പോയാലും നമുക്ക് ആ ജോലി കിട്ടത്തില്ല. പക്ഷേ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ചൊന്ന് കഷ്ടപ്പെടുന്നത് കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ കഷ്ടപ്പാടങ്ങ് നിർത്താം അല്ലേ? അതിനുശേഷം ജോലിക്ക് പോയി സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിമം ഒരു 4 മണിക്കെങ്കിലും, വീട്ടമ്മമാരോടാണ്, നമുക്ക് കിട്ടുന്ന സമയം വളരെ കുറവാണ്, നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി അതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? കുറച്ച് സമയത്ത് എഴുന്നേക്കാം. പതിയെ ഒന്ന് 4 മണിയിലേക്ക് പതിയെ ഒന്ന് ഷിഫ്റ്റ് ആയി വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. എന്താണ്? 4 മണിക്ക് എഴുന്നേക്കുക. അപ്പോൾ ഞാൻ കമ്പൽസറി ആക്കത്തില്ല ഒരിക്കലും. നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് വന്നിരുന്ന് പഠിക്കണം എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ജോലി വേണോ, നിങ്ങൾക്ക് പഠിക്കണോ, നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് കയറണോ, നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ വേണമെന്ന് ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് വരിക. അത്രയും മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. ക്ലിയർ ആണോ? അപ്പോൾ 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാം റെഡി ആയിട്ട് വേണമെങ്കിൽ ഒരു കോഫിയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക? വന്നിരുന്ന് പഠിക്കുക. അപ്പോൾ കോഫി എല്ലാം കുടിച്ച് നമ്മളെ പഠനം അങ്ങോട്ട് ആരംഭിക്കുകയാണ്. നമുക്ക് 4 മണി മുതൽ 6:30 വരെയാണ് നമ്മുടെ ആദ്യത്തെ പഠന സമയം. ഈ സമയം നല്ല ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച ഫുൾ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് റിവിഷൻ ചെയ്യാം. അത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഈ ബ്രെയിൻ നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു 4 മണി മുതൽ ഒരു 7 മണി വരെ എന്ന് പറയുന്നത്. നല്ലപോലെ ആക്റ്റീവ് ആയിരിക്കും. നമ്മളൊന്ന് ആ ഒരു ഉറക്കത്തിന്റെ ക്ഷീണം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫുള്ളി ആക്റ്റീവായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ പുതിയതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, അന്നത്തെ ടോപ്പിക് ഏതാണോ അത് പഠിക്കാം. അല്ലെങ്കിൽ തലേന്ന് പഠിച്ച ഫുൾ കാര്യങ്ങളില്ലേ, അതെന്ത് ചെയ്യാം? റിവിഷൻ ചെയ്യാം. അതിന് നല്ലൊരു സമയമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതി, ചിലവർക്ക് അന്നത്തെ ഫുൾ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല, അപ്പോൾ അത് വേണമെങ്കിൽ എടുത്ത് റിവൈസ് ചെയ്യാം. അത് പഠിച്ച് സെറ്റായിട്ടിരിക്കുന്നവരാണെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു സമയം നിങ്ങൾ പഠനത്തിനായിട്ട് മാത്രം മാറ്റിവെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ സമയം നമുക്ക് ഫുള്ളി ആരുടെയും ശല്യമില്ലാതെ നമുക്ക് മാത്രമായിട്ട് സമയം കണ്ടെത്താൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലൊരു കാര്യമാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ
ഓർത്തിരിക്കാൻ നല്ല ഒരു എക്സസൈസ് ആണ്. വേണമെങ്കിൽ ഒരു 4 മണി വരെ 4 മണി മുതൽ 4:15 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രീത്തിങ് എക്സസൈസോ അല്ലെങ്കിൽ എന്താണ് നല്ല മെഡിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒരു ദിവസം പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ 6:30 ആയി. ഓക്കെ, രാവിലെ 6:30 ആയി. ഇനി 6:30ക്ക് ശേഷം ഈ ഒരു 6:30 എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം കേട്ടോ. 7 മണിയാക്കാം, 7:30 ആക്കാം, അല്ലെങ്കിൽ തിരിച്ച് 6 മണിയാക്കാം. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ആണ്. ഇത് ഞാൻ കോമൺ ആയിട്ട് ചെയ്ത ഒരു പ്ലാൻ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് ആയ കുക്കിംഗ് അല്ലേ. അപ്പോൾ കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, ഇഷ്ടപ്പെടാതെ ചെയ്യുന്നവരുണ്ടാകും. എന്നാലും നമ്മൾ മെയിനായിട്ടും നമ്മൾ കുക്കിംഗ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം കുക്കിങ്ങിൽ അധികം സമയം പോകുന്നത്? നമ്മൾ ഇപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമുക്കിപ്പോൾ ഒരു സാധനം മാത്രം പോലെ, ചോറ് വെക്കണം, കറി വെക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഇതിനെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. സോ ഈ ഒരു സമയം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് തലേ ദിവസം ഒരു ഫാമിലി ടൈമിലേക്ക് പോകും. ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ള നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട് ഇരിക്കുന്ന ആ ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് അല്ലാതെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഈ കുക്കിന് അടുത്ത ദിവസത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്കറിയാം. രാവിലെ തൊട്ട് രാത്രി വരെ നമുക്ക് ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇടയ്ക്ക് ബോറടിക്കും, ഇടയ്ക്ക് ഉറക്കം വരും, കുറച്ച് ടൈം നമുക്ക് ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വരും. സോ ആ സമയത്തൊക്കെ നിങ്ങൾ അടുത്ത ദിവസത്തേക്കുള്ള ഈ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. എങ്ങനെ പ്ലാൻ ചെയ്യാം? അതായത് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്, ഓക്കെ, സ്ത്രീകൾക്കറിയാം, വീട്ടമ്മമാർക്കറിയാം, നമുക്ക് ഈ എന്താണ് ഉള്ളി അരിയാനും അതുപോലെ വെളുത്തുള്ളി, കൊച്ചുള്ളി, സവാള ഇതൊക്കെ അരിയാനും ഒക്കെ ചെയ്യാനാണ് ഒരു സമയം അല്ലെ. കുക്ക് ചെയ്യുന്നതിന് വലിയ സമയം വേണ്ടി വരുന്നില്ല, എല്ലാത്തിനും നമുക്ക് പെട്ടെന്ന് ചെയ്യാം. പക്ഷെ ഇതെല്ലാം സെറ്റാക്കി എടുക്കുന്നതിനാണ് നമുക്കൊരു സമയം പോകുന്നത്. സോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, തലേന്ന് തന്നെ എക്സ്ട്രാ കുട്ടികളോട് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ക്ലീൻ ചെയ്ത് വെക്കുക. ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസത്തെ ആ ഒരു കുക്കിംഗ് ടൈം മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് എടുത്ത് വെച്ച് അരിഞ്ഞങ്ങ് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ കൂടുതൽ വീട്ടമ്മമാരും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണെന്നറിയാം. എങ്കിലും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത, പഠിക്കാൻ സമയം കിട്ടുന്നില്ല, ഇതിന്റെ പിന്നിലങ്ങ് പോവുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരോട് പറയാണ്, നിങ്ങൾ തലേ ദിവസം തന്നെ അടുത്ത ദിവസത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സെറ്റാക്കി വെക്കുക. ഇതിപ്പം നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് തൊലിച്ചു വെക്കാം. ഈ കൊച്ചുള്ളി ആയിക്കോട്ടെ, വെളുത്തുള്ളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സവാള ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യാം, ഒരു ആഴ്ചത്തേക്കുള്ളത് നമുക്ക് മുൻകൂട്ടി ഇരിക്കുന്ന സമയത്തൊക്കെ, വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം എന്താണ് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ തൊലിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് അല്ലേ. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഇപ്പൊ മലക്കറി അരിയാനൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തലേന്ന് തന്നെ ആ ഫ്രീ ആയിട്ടിരിക്കുന്ന കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ സമയത്ത് മാക്സിമം ഈ കാര്യങ്ങളെല്ലാം ചെയ്തങ്ങ് സെറ്റാക്കുക. കാരണം അടുത്ത 24 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് വിലപ്പെട്ട സമയമാണ്. അതിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് എന്താണ് പാഴാക്കാനില്ല. സോ അതിന് വേണ്ടുന്ന ആ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം സമയം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. നമ്മൾ സാധാരണ രീതിയിൽ എന്താണ്, നമുക്കൊരു സ്പീഡുണ്ട് അല്ല. ചിലവർ ഭയങ്കര സ്ലോ ആണ്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇതെടുത്ത് അങ്ങനെ പതുക്കെ പാത്രമൊക്കെ കഴുകി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്പീഡും ഇതേപോലെ പതിയെ കൂട്ടുക. പെട്ടെന്ന് അതായത് നിങ്ങളൊരു സമയം സെറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ആഹാരം കഴിക്കണമെന്ന് നമ്മൾ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യത്തില്ലേ, അതേപോലെ ഒരു ദിവസത്തെ സമയം നമുക്ക് വിലപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടു കൂടി എന്ത് ചെയ്യുക, മാക്സിമം ഒരു 2x സ്പീഡിൽ നമ്മൾ ജോലി ചെയ്യുക. ഓക്കെ, സ്പീഡിൽ നമ്മൾ സ്പീഡ് കൊണ്ടുവരിക. നമ്മളിപ്പം ആദ്യമായൊക്കെ നമ്മളിങ്ങനെ പതുക്കെ ചെയ്യുന്ന ആൾക്കാർ സ്പീഡ് കൊണ്ടുവരുമ്പോൾ കുറച്ച് തെറ്റുകൾ അവിടെ ഇവിടെയൊക്കെ പറ്റും, അത് സാരമില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു സ്പീഡ് ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് ഓക്കെ ആയിക്കോളും. അപ്പോൾ നമുക്ക് ഒരിടത്ത് പോകണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ ഒതുക്കത്തില്ലേ, അതേപോലെ നമുക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് സ്പീഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ തന്നെ നമുക്കൊരു പകുതി സമയം നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, പ്രീ പ്ലാൻ ചെയ്യുക. അതായത് അടുത്ത ദിവസത്തേക്ക് വേണ്ടുന്ന എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കുക. ഓക്കെ, അപ്പോൾ അതും ഓക്കെ ആയി. ടൈം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്,
ഈ ഒരു സമയത്ത്, അതായത് നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മീൻ കണ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്ലാസ്, ഇപ്പോൾ രാവിലെ പഠിച്ച ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ടോപ്പിക് ആകാം, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് ആകാം, അന്നത്തെ സ്റ്റഡി പ്ലാനിൽ വരുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക് ആകാം. ആ ടോപ്പിക് എന്ത് ചെയ്യുക, ആ ഒരു ഫോണിൽ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. നിങ്ങൾ കാണാൻ പറ്റുന്ന കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, മാത്സ് മാത്രം അത് അങ്ങനെ നോക്കി പഠിക്കണ്ട, ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം എന്ത് ചെയ്യാം, കേട്ട് പഠിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ ആ ഒരു ഫോൺ, നമുക്കറിയാലോ എൻട്രി അല്ലാതെ ഇപ്പം വേറെ ആപ്പിലേക്ക് പോയാൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇപ്പം വേറെ അല്ലാതെ ഓഫാക്കി വെച്ചാലും അല്ലെങ്കിൽ ഉപയോഗിക്കാതിരുന്നാലും അത് ഓഫായി പോകത്തില്ല, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ജോലി ചെയ്യുന്ന സമയത്ത് ആ ഫോണിൽ ആ ഒരു ടോപ്പിക്, ഏത് ടോപ്പിക്കാണ് നമ്മളന്ന് പഠിക്കുന്നത്, ആ ടോപ്പിക്കിൻ്റെ വീഡിയോ ക്ലാസ് എടുത്ത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ കേട്ട് തന്നെ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ കുറേ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ അങ്ങ് ഗ്രാസ്പ് ചെയ്തെടുത്തോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സമയം നമ്മൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് അവിടെയും നമുക്കൊരു സമയം കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ മാക്സിമം ക്ലീനിങ്ങും കൂടെ അങ്ങ് ചെയ്യുക. എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നേന്ന് പറഞ്ഞ് പിന്നെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കും. അങ്ങനെ നിൽക്കുന്നതിന് പകരം ഈ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ അപ്പം തന്നെ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് പോവുക. വീടും അതുപോലെ തന്നെ പെട്ടെന്ന് ഈ എന്താണ്, ഇപ്പോൾ ഒരു 2 സ്റ്റൗ അല്ലെങ്കിൽ 3 സ്റ്റൗ ഉള്ളിടത്ത് നമുക്കത് വെന്ത് വരാൻ ഇച്ചിരി സമയം എടുക്കുമല്ലോ. ആ സമയം എന്ത് ചെയ്യുക, തൂക്കാനുണ്ടെങ്കിൽ തൂക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം ചെയ്യുക. അപ്പോഴും ആ സമയത്ത് നമ്മൾ ഫോൺ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ സമയം നമുക്ക് കിട്ടി. ഓക്കെ, ഇതൊന്നും ബാക്കിയുള്ളവരൊന്നും ഇതേ കണക്കൊന്നും ചെയ്യത്തില്ല. നമുക്ക് സമയം കുറവായത് കൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റായി. അപ്പോൾ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ടാക്കി കഴിഞ്ഞു, കുട്ടികളെ സ്കൂളിലും വിട്ടു, ഹസ്ബൻഡ് എന്ത് ചെയ്തു, ജോലിക്കും പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി കുറച്ച് നമ്മളുടേതായിട്ടുള്ള സമയം കണ്ടെത്തുക. ഓക്കെ, നമ്മളുടേതായിട്ടുള്ള ഇപ്പം എന്താണ് ബാത്ത് ചെയ്യാനും അതുപോലെ തന്നെ അല്ലാതെയുള്ള കുറച്ച് മീ ടൈം ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കുക. കാരണം നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റതാണ്, അതുപോലെ അതിനുശേഷം നമ്മൾ ഇത്രയും ജോലി ചെയ്തു, അപ്പോൾ നമ്മുടെ ബോഡി കുറച്ച് വീക്ക് ആവും അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ടയേർഡ് ആവും. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ട് ഒരു 10 മണിയാകുമ്പോൾ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അന്നത്തെ ദിവസം എന്താണ് പഠിക്കുന്നത്, ആ ടോപ്പിക്ക് കൃത്യമായിട്ട് എഴുതി വെച്ച് അത് ആ 1 മണിക്കുള്ളിൽ തന്നെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓർക്കുക, നമ്മൾ പഠിക്കുന്ന സമയത്ത്, വെറുതെ വായിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അത് പഠിച്ചു കഴിഞ്ഞു, അത് ഓക്കെയാണ്, 2 വട്ടം പഠിച്ചപ്പോൾ തന്നെ എനിക്കങ്ങ് മനസ്സിലായി എന്ന് കരുതും. അപ്പോൾ അവിടെ ബ്രെയിൻ നമ്മളെ ചതിക്കുകയാണ്. നമ്മൾ വീണ്ടും പിന്നീട് വേറൊരു കാര്യങ്ങൾ പഠിച്ചിട്ട് ഇത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല. സോ നമ്മൾ അമിതമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് നമ്മളെ തന്നെ അമിതമായി വിശ്വസിക്കാതെ മനസ്സിലാക്കുക, നമുക്ക് മറന്നു പോകും. ഓക്കെ, മറന്നു പോകും, അതെന്തായാലും മറന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ ബുക്ക് അടച്ചു വെച്ചതിന് ശേഷം തനിയെ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആ പോർഷൻ എടുത്ത് ഒന്നും കൂടെ വായിക്കുക. അങ്ങനെ വേണം പഠിക്കാൻ. അല്ലാതെ ഒരു പോർഷൻ മൊത്തം ഇങ്ങനെ വായിച്ചിരുന്ന് കഴിഞ്ഞിട്ട് പിന്നീട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമുക്ക് മറന്നു പോകും. സോ അതെന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും കൃത്യമായി നല്ല വൃത്തിയായിട്ട് പഠിച്ചു മാറ്റുക. കാരണം അവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇനി ഞാൻ ആൻസർ ചെയ്യും എന്നുള്ള ആ ഒരു ഇത് ഉറപ്പ് കിട്ടുന്നത് വരെ എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഫുള്ളായിട്ട് 10 മണി മുതൽ 1 മണി വരെ എന്ത് ചെയ്യാണ്, പഠനത്തിനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമുക്കൊരു ടോപ്പിക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, ഒരു ടോപ്പിക്ക് വലുതായിട്ടൊന്നും നിങ്ങൾക്ക് അധികം എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളെല്ലാം കൂടെ ഒന്നും തരത്തില്ല, കുറച്ച് വീതമായിരിക്കും തരുന്നത്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്കത് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് 1 മണി മുതൽ 2 മണി വരെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് എടുക്കാം. ഓക്കെ, ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, ബാക്കിയുള്ള എക്സ്ട്രാ ക്ലീനിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. അത് നമ്മുടെ ആ ഒരു ടൈമാണ്. ഓക്കെ, ആ 2 മണിക്ക് ശേഷം നമ്മൾ മൂന്നാമത്തെ പഠന സമയത്തിലേക്ക് പോവുകയാണ്. 2 മണി മുതൽ 3:30 വരെ വളരെ ഷോർട്ട് ടേം ആണ് ഈ ഒരു സ്റ്റഡി ടൈം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാത്സിലെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ടോപ്പിക്സ് എക്സ്ട്രാ വരുന്ന ടോപ്പിക്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നേരത്തെ പഠിച്ചതിന്റെ പെൻഡിങ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പഠിച്ച് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പം 3:30 ആയി.
വൈകിട്ട് 3:30 ഇനി നമുക്ക് നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ തിരിച്ചു വരാൻ സമയമായി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമ്മുടെ അടുത്ത ഒരു സമയം എന്ന് പറയുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകും, എക്സ്ട്രാ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വരുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ചിലവരുടെ കുട്ടികളെന്ന് പറയുന്നത് ചിലവർ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ ഉള്ള സമയമായിരിക്കും. അപ്പോൾ അവർക്ക് മാക്സിമം നിങ്ങൾക്ക് ഇതിനേക്കാളും സമയം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടും. സാധാരണ ഒരു കുട്ടികളുള്ള ഒരു വീട്ടമ്മയെക്കാളും കൂടുതൽ സമയം ഇപ്പം കുട്ടികളില്ലാത്ത സമയത്താണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലുള്ള വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്ടും. പക്ഷേ കൊച്ചു കുട്ടികൾ ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ബാച്ചിൽ വരുന്നവരാണ്, പാവുന്ന വിഷമം തോന്നും. എന്ന് വെച്ചാൽ ഫുൾ കുട്ടികളാണ്, പൊടി കുട്ടികളാണ്. അപ്പം അവർക്ക് പഠിക്കുകയും വേണം, കുട്ടികളെ നോക്കുകയും വേണം. അവരുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവർ ആ ഒരു വളർച്ചയിൽ ആ ഒരു അമ്മയുടെ ആ ഒരു തണൽ എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ കരിയർ ഒന്നും അവിടെ ബ്രേക്ക് ആയിട്ടില്ല, നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സമയം മാക്സിമം കുട്ടിക്ക് കൊടുക്കുക. അത് കൊടുക്കരുതെന്നല്ല, നമ്മുടെ കരിയർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ കുട്ടികൾ പെട്ടെന്ന് എന്ത് ചെയ്യും, വളർന്നു വരും. നമ്മൾ പിന്നീട് ആ സമയം നമുക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നീട് വിഷമിക്കുന്നതിൽ നല്ലത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട കെയർ നമ്മൾ ആ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കുക. കരിയർ അതിനോടൊപ്പം ബ്രേക്ക് ആവാത്ത രീതിയിൽ പതിയെ കൊണ്ടുവരിക. അവർ വളരുമല്ലോ, കുറച്ചൊരു 2 വയസ്സൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ കരിയർ നമുക്ക് തിരിച്ച് പഴയ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കരിയർ ആ ഒരു സമയത്തേക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു എന്ന് മാത്രം. അതിനുശേഷം നമുക്ക് തിരിച്ച് അതിലും എക്സ്ട്രാ എനർജിയോടുകൂടി നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. സോ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. മാക്സിമം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ബാക്കിയുള്ളവർ, അതായത് വലിയ കുട്ടികളുള്ള വീട്ടമ്മമാരാണെങ്കിൽ അവർ സ്കൂളിൽ പോകുന്ന സമയം നിങ്ങൾക്ക് ഇതേപോലെ സെറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സമയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫാമിലി ടൈമാണ്. ഈ ഫാമിലി ടൈം എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾ വരുന്ന സമയമാണ്, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം, അതേപോലെ തന്നെ ബാക്കിയുള്ള എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ക്ലീനിങ് എല്ലാം എന്ത് ചെയ്യുക, ഈ ഒരു സമയത്തേക്ക് മാറ്റിവെക്കുക. കാരണം നമ്മൾ കൂടുതൽ വീട്ടമ്മമാരും ചെയ്യുന്നൊരു അബദ്ധമുണ്ട്. അതായത് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ജോലി ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങും. പിന്നീടായിരിക്കും ഉച്ചക്കത്തേക്കുള്ള ചോറും ഉച്ചക്കത്തേക്കുള്ള കറിയും വീട്ടിലെ ക്ലീനിങ്ങും തുണി കഴുകലും എല്ലാം തുടങ്ങുന്നത്. ശരിക്കും നമുക്ക് പഠിക്കാൻ പറ്റുന്ന സമയമാണ് ആ ഒരു സമയം. അതായത് കുട്ടികളെല്ലാം സ്കൂളിൽ പോയി എല്ലാവരും പോയതിനു ശേഷമുള്ള ആ ഒരു രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ പ്രഷ്യസ് ടൈമാണ്. സോ ആ സമയം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക്, മറ്റുള്ള ജോലികൾക്ക് വേണ്ടി കൊണ്ട് കളയാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ആ സമയം നിങ്ങളുടെ കരിയറിന് വേണ്ടി വർക്ക് ചെയ്യുക. പകരം നിങ്ങൾക്ക് ഈ ഒരു ഫാമിലി ടൈം ഉണ്ടല്ലോ, അപ്പോൾ കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുട്ടികൾ അടുത്ത് നിന്നാലും നമുക്ക് ജോലിയും ചെയ്യാൻ പറ്റും അല്ലേ. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഓർത്ത് പഠിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ആ സമയം കുട്ടികൾക്കും കൊടുക്കുക, അതോടൊപ്പം തന്നെ നമുക്കുള്ള എക്സ്ട്രാ കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 7 മണി വരെ എന്ത് ചെയ്യുക, ഈ ഒരു ഫാമിലി ടൈം ആയിട്ട് തന്നെ നിങ്ങൾ മാറ്റി വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, നിങ്ങളെ ഫാമിലിയും നമ്മളെ കരിയറും രണ്ടും സെയിം ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ 7 മണി കഴിഞ്ഞു. ഇനിയായിരിക്കും നമ്മുടെ ലൈവ് സെഷൻസ് ഒക്കെ വരുന്നത്. 7 മണി തൊട്ടൊക്കെയാണ് നമ്മുടെ ബാച്ചിൻ്റെ ലൈവ് സെഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഏത് ഗോൾഡ് ബാച്ചിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രാ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്കും അറിയാം, 7 മണി ടു 10 മണി ആ സമയത്തിനിടയ്ക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സസ് വരുന്ന സമയമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു 7 മണി ടു 9:30 അടുത്ത ഒരു പഠനത്തിൻ്റെ ആ ഒരു ടൈമായിട്ട് സെറ്റ് ചെയ്യുക. ഈ 7 മണി എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാ ദിവസവും ലൈവ് ഉണ്ടാകണമെന്നില്ല, ഒരു ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരെ ഒന്നും മാറ്റി നിർത്തുക. ഇപ്പം ആരെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടാകുമല്ലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളെ അവരെ ഏൽപ്പിക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയി സെപ്പറേറ്റ് ആയിട്ട് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കുറച്ച് പേർക്ക് സമയം കിട്ടുന്ന ഒരു സ്റ്റഡി ടൈമാണ്. എന്നാൽ ചിലർക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു സ്റ്റഡി ടൈം നിങ്ങൾക്ക് ചിലപ്പം കിട്ടിയെന്നിരിക്കത്തില്ല. അത് സാരമില്ല. നിങ്ങൾക്ക് ഇപ്പം ലൈവ് ക്ലാസ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് പിന്നീട് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് കിട്ടും. അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നീട് വരുന്നത് എന്താണ്, ഈ ഒരു സമയത്ത് പഠിക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ല ഒരു ആക്റ്റീവ് ലേണിംഗ് ആണ് ഈ ഒരു സമയത്ത് നടക്കുന്നത്. നമുക്ക് നല്ലതുപോലെ ലൈവ് ക്ലാസ്സസിലൂടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് പെട്ടെന്ന് നമുക്ക് സാധാരണ ഒരു ക്ലാസ് റൂം എഫക്റ്റിൽ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്നത്. ബാക്കി എല്ലാ സമയത്ത് എന്താണ്, നമ്മൾ തന്നെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പഠിച്ചു പോവാണ്. പക്ഷെ ബാക്കി കുട്ടികളോട് ഒപ്പം നിന്നിരുന്ന് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു പാർട്ടിസിപ്പേഷൻ കൂടുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു പഠിക്കുന്നതിൻ്റെ ആ ഒരു ഇതും കൂടും അല്ലേ. അപ്പോൾ ഈ സമയത്ത് മാക്സിമം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മളുടെ ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ
നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ, വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, കുറച്ച് നേരത്തേക്ക് കുട്ടികളെ ഒന്ന് നോക്കുക പറയാ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പഠനത്തിനായിട്ട് മാറ്റിവെക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ഫീസൊക്കെ കൊടുത്തല്ലേ പഠിക്കുന്നത്. സോ അതിനുള്ള ആ ഒരു കഷ്ടപ്പാടും അതിനുള്ള എഫേർട്ടും അതിനുള്ള ഹാർഡ് വർക്കും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായേ തീരുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് 7 to 9:30 വരെയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മൾ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളതാ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു, അടുത്ത ദിവസത്തെ പ്ലാൻ അല്ലെ, അടുത്ത ദിവസത്തേക്കുള്ള പ്ലാൻ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതാണ് നെക്സ്റ്റ് ഡേയിലേക്കുള്ള പ്ലാൻ എന്ത് ചെയ്യുക, കിടക്കുന്നതിന് മുമ്പായിട്ട് പ്ലാൻ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം കുറെ കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, ആ പഠിച്ച കാര്യങ്ങളെല്ലാം ഇതിന് മുമ്പായിട്ടൊന്ന് റിവിഷൻ ചെയ്യാൻ ശ്രമിക്കണേ. റിവിഷൻ ചെയ്തതിന് ശേഷം അടുത്ത ദിവസത്തേക്കുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ആദ്യം മുതൽ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അടുത്ത 24 മണിക്കൂർ ഏറ്റവും ബെസ്റ്റ് ആക്കേണ്ട രീതികൾ കാര്യങ്ങളെല്ലാം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, നല്ല പോലെ ഉറങ്ങുക. ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടുന്ന ഒരു കാര്യമാണ്. ഉറക്കം കളഞ്ഞ് പഠിക്കരുത്. എക്സാം ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നൊരു അബദ്ധമാണ്, എക്സാം സമയത്ത് നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയും. ഓക്കെ, എക്സാം അടുക്കുന്നതിന് മുമ്പായിട്ട്. പക്ഷേ എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം, കൺഫർമേഷൻ ഒക്കെ വന്നതിന് ശേഷം അങ്ങ് പഠിച്ചങ്ങ് തീർക്കാന്ന് പറഞ്ഞിട്ട് ഉറക്കം വരെ ഒഴിഞ്ഞിട്ടിരുന്ന് എന്ത് ചെയ്യും, ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഹെൽത്ത് വീക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തില്ല, അവിടെ ഫുൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് പ്രീ പ്ലാൻ ചെയ്ത് 1 വർഷം മുമ്പെങ്കിലും നമ്മളൊന്ന് പഠിക്കാൻ തുടങ്ങുക. പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു എക്സാം ആകുമ്പോഴത്തേക്കും എന്തായാലും നമ്മൾ ഒരു വിധം പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടാകും. പിന്നീട് അതൊക്കെ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മളെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര മണിക്കൂർ ഉറങ്ങണം? ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ഒരു പാറ്റേൺ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും. ഞാൻ പറയുന്നത് മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു ഉറക്കത്തിനായിട്ട് മാറ്റി വെക്കുക. ഇപ്പം നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തത് 4 മണിക്കല്ലേ. സോ 4 മണിക്ക് എണീറ്റത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളൊരു 10 മണി അടുപ്പിച്ചൊക്കെ എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ശേഷം അടുത്ത ദിവസം 4 മണിക്ക് അല്ലെങ്കിൽ 4:30 അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കണ്ടേ. അപ്പോൾ അതിനുള്ള ആ ഒരു ഉറക്കം നമുക്ക് നമ്മുടെ ബോഡിക്ക് അനിവാര്യമാണ്. സോ ഉറക്കം ഒഴിഞ്ഞ് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നതിൽ നല്ലത് ആവശ്യത്തിന് നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന ഉറക്കം കൊടുക്കുക. അതുപോലെ മെഡിറ്റേഷൻ, ഹെൽത്ത് കാര്യങ്ങൾ, എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം നമ്മുടെ ബ്രെയിൻ അത്രയ്ക്കും വർക്ക് ചെയ്യേണ്ട സമയമാണ് ഈ ഒരു പഠിക്കുന്ന സമയം എന്ന് പറയുന്നത്. സോ ആ ബ്രെയിനിന് വേണ്ടുന്ന ആ ഒരു ഫ്യൂവൽ നമ്മൾ പല രീതിയിലും നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ബ്രെയിനിന് ലോഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എത്ര സമയം, ഇപ്പം നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഒരു 9 മണിക്കൂർ, 9-9:30 മണിക്കൂറാണ് മാക്സിമം ആണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു 6 മണിക്കൂർ വരെ കുറയാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റിംഗ് വരാം, അത് സാരമില്ല. മിനിമം ഒരു 6 മണിക്കൂർ എങ്കിലും എന്ത് ചെയ്യുക, പഠിത്തത്തിനായിട്ട് മാറ്റി വെക്കുക. കാരണം പരീക്ഷകളെല്ലാം ഇങ്ങ് അടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ബാക്കിയുള്ള നെഗറ്റീവ്സ് ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കോ അവരൊക്കെ എത്രയോ നാളുകൊണ്ട് പഠിക്കുന്നു എന്നിട്ടും ജോലി കിട്ടിയില്ല എന്ന് അപ്പുറത്തെ ആൻറ്റി പറയും. അതൊന്നും കാര്യമാക്കണ്ട, അപ്പോൾ പറഞ്ഞാൽ മതി അവർ പഠിക്കുന്ന രീതി ശരിയല്ല, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, നമുക്കറിയാലോ, നമുക്ക് ഒരു വേക്കൻസി അനുസരിച്ച് മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. ആ ഒരു ലിസ്റ്റിന്റെ കാലാവധിയും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ ആ ഒരു മാക്സിമം നല്ല ഒരു റാങ്കിലേക്ക് എത്തുക. നമ്മൾ ലിസ്റ്റിന്റെ ഏറ്റവും അടിയിൽ കിടന്നിട്ട് നമുക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നതിൽ നല്ലത് നമുക്ക് നല്ല ഒരു സ്കോറിൽ എന്ത് ചെയ്യാം, നല്ല ഒരു റാങ്കിൽ എത്തുക. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ആ ഒരു അഡ്വൈസിൽ തന്നെ നമുക്ക് ജോലി കിട്ടുക എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഒരു ദിവസം എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് കരുതുന്നു. ഈ ഒരു പ്ലാൻ ചെയ്യേണ്ടുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം പ്ലാൻ ചെയ്തില്ല എങ്കിൽ നമ്മൾ അറിയത്തില്ല, സമയം പോകുന്നതേ അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ
ജോലികളൊക്കെ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും പതിയെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അവസാനം 1 മണിക്കൂറും അല്ല ഇങ്ങനെ ബുക്കും തുറന്നിരിക്കും, അവസാനം നമ്മൾ അടച്ചു വെച്ചിട്ട് പോകേണ്ടി വരും. ഇതാണ് മിക്കവരുടെയും ജീവിതത്തിൽ നടക്കുന്നത്. സോ ഇനി അങ്ങനെ നടക്കരുത്. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഭാവി നമുക്ക് സെക്യൂർ ആക്കിയേ പറ്റുള്ളൂ. പരീക്ഷകളുടെ നല്ല ഒരു കാലമാണ് ഇനി അങ്ങോട്ടേക്കും. ഇനിയിപ്പോൾ ഇതുവരെ ഉള്ള കാര്യങ്ങൾ പോട്ടെ, ഇപ്പോൾ ഒരുപാട് പരീക്ഷകളുണ്ട്, അതിനകത്ത് പഠിക്കാൻ പറ്റിയില്ല, നല്ലതുപോലെ പഠിച്ചു തീർക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. അടുത്തതിനായിട്ട് എന്ത് ചെയ്യുക, നല്ല ഊർജ്ജത്തോടെ തയ്യാറെടുക്കുക. കുറെ പേര് ജോലി കിട്ടി ഇതിനകത്ത് അങ്ങ് പൊക്കോട്ടെ, നമ്മൾക്ക് എതിരായിട്ടുള്ള കോമ്പറ്റീഷൻ കുറഞ്ഞു കിട്ടുമല്ലോ. സോ ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാച്ചിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത് വുമൻസ് ഒള്ളി ബാച്ച് ആണ്. അടുത്ത വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷകൾക്ക് വുമൻസ് ഒള്ളി ബാച്ച് ആണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബാച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വുമൻസ് ഒള്ളി ബാച്ച് കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മൾ സാധാരണ ഒരു രീതിയിൽ സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കിക്കൊണ്ട് പോകുമ്പോൾ ഒരു ബാച്ചിൽ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന കുട്ടികളും കാണും, അതേപോലെ തന്നെ ഇതേപോലെ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരും കാണും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പോർഷൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട്, ഈ വീട്ടമ്മമാർക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റിയെന്ന് ഇരിക്കത്തില്ല. ചിലപ്പോൾ അവർക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഡിലേ കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. സോ അവിടെ ഒരു കൊളിഷൻ വരും. അങ്ങനെ ഒരു കൊളിഷൻ വരാതെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, അതായത് നമുക്ക് നമ്മുടെ വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ കൂടുതലും സ്ത്രീകളാണ്, അതായത് വർക്കിംഗ് വുമൻസും വരാം, അതുപോലെ തന്നെ വീട്ടമ്മമാരും വരാം, അതുപോലെ തന്നെ ഇനിയിപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ലാത്ത സ്ത്രീകൾക്ക്, ലേഡീസിനും എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഇതിന് മുമ്പായിട്ട് നമ്മൾ 10th ലെവലാണ് ഇപ്പം ഈ ഒരു ബാച്ച്. അതായത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷകൾ എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബെവ്കോ LDC വരുന്നുണ്ട്. ഈ പരീക്ഷകളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ 1 year മെന്റർഷിപ്പാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷകളെല്ലാം തന്നെ തയ്യാറെടുക്കുക എന്നതാണ്. ഈ VFAയും ബെവ്കോ LDയും കഴിയുന്നതോടുകൂടി അത് നിർത്തി പോവുകയല്ല. ഈ ഒരു വർഷം നിങ്ങളിപ്പം ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം ഏതൊക്കെ 10th ലെവൽ പരീക്ഷകൾ വരുന്നുണ്ടോ ആ ഒരു പരീക്ഷകൾക്ക് തയ്യാറെടുപ്പിക്കുക, ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുക എന്നതാണ് ഈ ഒരു ബാച്ചിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു 10th ലെവലിന്റെ ആ ഒരു സിലബസ് നിങ്ങൾക്ക് അറിയാലോ. ഇത് നമുക്ക് 12th ലെവലിനും ആ ഇമ്പോർട്ടൻറ്റ് ആക്സ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ 12th ലെവലിനും അതുപോലെ ഡിഗ്രി പ്രിലിംസിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിലബസ് തന്നെയാണ് ഈ 10th ലെവലിനുള്ളത്. സോ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ആണ് ആവശ്യമെങ്കിൽ, ഒരു ബേസ് സെറ്റ് ആകണം എന്നാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഭാഗമാകാവുന്നതാണ്. ഇവിടെ ഫുൾ നമ്മൾ ആ ഒരു ബേസ് ലെവൽ തൊട്ട്, ഒരു 5th സ്റ്റാൻഡേർഡ് മുതലുള്ള കാര്യങ്ങൾ ഒരു ബേസ് ലെവൽ തൊട്ടായിരിക്കും പഠിച്ച് സെറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 year മെന്റർഷിപ്പ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും. ബൾക്കായിട്ട് പോർഷൻസ് ഒന്നും തരത്തില്ല. അത് എക്സാം ടൈം ആകുമ്പോഴത്തേക്കും കുറച്ച് ബൾക്ക് ആവും. പക്ഷേ തുടക്കത്തിൽ കുറച്ച് നാൾ നിങ്ങളുടെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വരെ എന്തായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി സിസ്റ്റമാറ്റിക്. അത് സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ കാര്യം ആയിരിക്കും ഇന്നത്തെ ടോപ്പിക്, അങ്ങനെയല്ല. ആ ഒരു കാര്യത്തോട് കൂടി തന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസും കൂടെ തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ പോർഷൻസ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരിക്കും. വീക്ക്ലി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ആഴ്ചയിൽ എന്തൊക്കെ പഠിച്ചോ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു 50 അല്ലെങ്കിൽ 100 മാർക്കിനുള്ള ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ടെസ്റ്റ് ഞാൻ നേരിട്ടായിരിക്കും നടത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ആണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നോർമൽ ബാച്ചിലാണെങ്കിൽ നമുക്കറിയാലോ റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രമാണ് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് ലൈവ് ക്ലാസ്സസ് ലഭിക്കും. ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും, എൻ്റെ മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിന്റെയും ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ടാകും. ഓരോ ടോപ്പിക് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ സബ്ജക്ട് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനും ഉണ്ടാകും. ദെൻ സ്പെഷ്യൽ ക്യാപ്സ്യൂൾ നോട്ട്, അത് എൻ്റെ ബാച്ചിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ക്യാപ്സ്യൂൾ നോട്ടാണ്. ആ ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും BSc ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ക്യാപ്സ്യൂൾ ആയിരിക്കും. ഓക്കെ, അതൊക്കെ സീക്രട്ട് ആണ്. അതുപോലെ തന്നെ എക്സ്ട്രാ ക്ലാസ്സസ് ഓൺ ടഫ് ടോപ്പിക്സ്. ഇപ്പം നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്കത് പഠിക്കാൻ പറ്റുന്നില്ല, അത് ഭയങ്കര പാടായിട്ട് തോന്നുന്നു, മനസ്സിലാകുന്നില്ല എന്നൊക്കെ വരികയാണെങ്കിൽ ആ ടോപ്പിക്ക്, നിങ്ങൾ പറയുന്ന ആ ഒരു ടോപ്പിക്ക് വെച്ചുകൊണ്ട്
വേറെ എക്സ്ട്രാ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടേ നിങ്ങളെ വിടത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ PYQ പ്രാക്ടീസ് സെഷൻ ഉണ്ടാകും. അതിന് ഇടയ്ക്കിടയ്ക്ക് വീക്ക്ലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ എങ്ങനെയൊക്കെയാണ് PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതോടൊപ്പം തന്നെ ആ ടോപ്പിക്സ് അങ്ങ് പഠിച്ച് തീർക്കുക എന്നതാണ് PYQ പ്രാക്ടീസ് സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പ് 2 മാസത്തെ ഒരു സ്മാർട്ട് റിവിഷൻ ഉണ്ടായിരിക്കും. അതായത് നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് എക്സാം ടൈം എത്തുമ്പോഴത്തേക്കും സിലബസ് കവർ ചെയ്യുക എന്നുള്ളതല്ല, മാക്സിമം എത്രയും പെട്ടെന്ന് സിലബസ് കവർ ചെയ്യുക, ഒന്നേന്നും പറഞ്ഞ് വീണ്ടും സെറ്റാക്കി റിവിഷൻ സെറ്റാക്കി തരിക. നല്ല ഒരു സ്മാർട്ട് റിവിഷൻ ആയിരിക്കും തരുന്നത്. ആ റിവിഷനോട് കൂടി തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാനും പറ്റും, എല്ലാ കാര്യങ്ങളും സെറ്റ് ആവുകയും ചെയ്യും. ദെൻ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു മെന്റർ സപ്പോർട്ട് കൂടി ഉണ്ടാകും. ഞാനും ഉണ്ടാകും, മെന്ററും ഉണ്ടാകും. നിങ്ങളുടെ ഫുൾ ടൈം ഒരു 1 ഇയർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിരുന്നാൽ മതി. എൻട്രി ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്കായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ കുറച്ച് കാര്യങ്ങളെങ്കിലും കുറച്ചൊന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്